Hi friends, welcome back to my today's class about medical terminology. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ബേസിക് മെഡിക്കൽ ടെർമിനോളജിയുടെ ലെസൺ 2 ആണ്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ബോഡി വൈസ് ആയിട്ടുള്ള മെഡിക്കൽ ടെർമിനോളജീസ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. അതിന്റെ ബാലൻസ് ആണ് ഇന്നത്തെ ക്ലാസ്. ഇനി ബോഡി അല്ലെങ്കിൽ ജനറൽ ആയിട്ട് വരുന്ന പ്രിഫിക്സസിലെ മെഡിക്കൽ ടെർമിനോളജീസ്. ഹീമോ ബ്ലഡ്, ആർട്ടീരിയോ അല്ലെങ്കിൽ ആൻജിയോ മീൻസ് ആർട്ടറീസ്. ഇനി കോമൺ ആയിട്ട് ആർട്ടറി അല്ലെങ്കിൽ ആർട്ടറീസ് പ്യൂർ ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്നതാണ്. സെയിം വീനസ് എന്ന് വെച്ചാൽ ഇംപ്യൂർ ബ്ലഡ് അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, കാർബൺ ഡയോക്സൈഡ് അടങ്ങിയ ബ്ലഡിനെ ക്യാരി ചെയ്യുന്നതാണ് വീനസ്. അത് വീനോ അല്ലെങ്കിൽ വെയിൻ. വീനോ അല്ലെങ്കിൽ വീന മീൻസ് വീനസ്. സോറി. വാസ്കുലോ മീൻസ് വാസ്കുലാർ. മസ്കുലോ മീൻസ് മസിൽ. മയോ അല്ലെങ്കിൽ സാർക്കോ മീൻസ് മസിൽ. സ്കെലിറ്റോ, ഓസ്റ്റിയോ ഇതിനൊക്കെ ബോൺ അല്ലെങ്കിൽ സ്കെലിറ്റൻ എന്ന് പറയും. സൈറ്റോ മീൻസ് സെൽ. ഇനി ഇവിടെ സൈറ്റ്, ഇതിന് ഈ ചിഹ്നം മുമ്പിലാണ് കൊടുത്തേക്കുന്നത്. അതിന് കാരണം ഇതൊരു സഫിക്സ് വേർഡാണ്. അപ്പോൾ സൈറ്റ് മീൻസ് സെൽ അല്ലെങ്കിൽ സെല്ലുലാർ. ഇനി മെഡിക്കൽ ടെർമിനോളജീസിൽ നെക്ക് ആൻഡ് thoracic റീജിയണിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. തൈറോ മീൻസ് തൈറോയിഡ്. ട്രക്കിയോ, ട്രക്കിയ. ഈസോഫാഗോ, ഈസോഫാഗസ്. തൈമോ, തൈമസ്. മാസ്റ്റോ അല്ലെങ്കിൽ മാമോ മീൻസ് മാമറി ഗ്ലാൻഡ്. പൾമോ അല്ലെങ്കിൽ ന്യൂമോ മീൻസ് ലങ്. കാർഡിയോ, ഹാർട്ട്. ഇനി മെഡിക്കൽ ടെർമിനോളജീസിൽ ഓർഗൻസിൽ എന്തൊക്കെയാണ് ഉള്ളത്? പ്രിഫിക്സസിന്റെ എക്സാമ്പിൾ. അബ്ഡോമിനൽ ഓർഗൻസിൽ വരുന്ന പ്രിഫിക്സസിലെ മെഡിക്കൽ ടെർമിനോളജീസ്. ഗ്യാസ്ട്രോ, സ്റ്റൊമക്. ഹെപ്പറ്റോ, ലിവർ. പോളിസിസ്റ്റോ, ഗാൾ ബ്ലാഡർ. സ്പ്ലീനോ, സ്പ്ലീൻ. പാൻക്രിയാറ്റോ, പാൻക്രിയാസ്. അഡ്രീനോ, അഡ്രീനൽ ഗ്ലാൻഡ്. നെഫ്രോ, കിഡ്നി. എൻറ്റിറോ, ഇൻറ്റെസ്റ്റൈൻ. കോളൻ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റെസ്റ്റൈൻ. ഇനി ഇത്ര നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പ്രിഫിക്സസ് ആണ്. ഇനി കാണാൻ പോകുന്നത് സഫിക്സസ് ആണ്. സഫിക്സസിൽ വരുന്നത് എന്തൊക്കെയാണ്? ഓളജി, സ്റ്റഡി ഓഫ്. ഫോർ എക്സാമ്പിൾ ബയോളജി. ബയോ എന്ന് വെച്ചാൽ എന്താണ്? ജീവജാലങ്ങൾ. ഓളജി മീൻസ് സ്റ്റഡി ഓഫ്. അപ്പം ബയോളജി മീൻസ് ജീവജാലങ്ങളെ കുറിച്ചുള്ള സ്റ്റഡി. ഫീലിയ, ലവ് ഓഫ്. എക്സാമ്പിൾ ഹൈഡ്രോഫീലിയ. ഹൈഡ്രോ മീൻസ് വെള്ളം, ഫീലിയ ലവ് ഓഫ്. അപ്പൊ വെള്ളത്തിനോട് കൂടുതൽ ഇഷ്ടമുള്ളത്, അതാണ് ഹൈഡ്രോഫീലിയ. സെയിം ഫോബിയ എന്ന് വെച്ചാൽ ഫിയർ ഓഫ്, ഇഷ്ടമല്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ ഹൈഡ്രോഫോബിയ, വെള്ളത്തിനോട് കൂടുതൽ ഇഷ്ടമില്ലായ്മ, അതാണ് ഹൈഡ്രോഫോബിയ. ടെൻഷൻ, pressure. For example, hypertension, increased blood pressure. Cia, oxygen. Capnia, carbon dioxide. Nia, air. Ace, enzyme. Enzymes-നെല്ലാം സഫിക്സ്, അതായത് റൂട്ട് ടേം കഴിഞ്ഞ് ഇങ്ങനെ ഒരു ACE കാണും, അതാണ് എൻസൈം. അപ്പൊ ഇന്നത്തെ എൻ്റെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ്സസിന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കൂടി ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്.